ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് തനി സ്വഭാവം കാണിച്ചു, നൈസായിട്ട് തേച്ചു, സത്യമായിട്ടും തേച്ചു. ഇത് ബിഗ് ബോസ് കാണിച്ചത് വളരെ മോശമായിപ്പോയി. കാരണം ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞു, ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പറഞ്ഞു ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന്. ആ സ്ഥിതിക്ക് ബിഗ് ബോസ് ഈ ചെയ്തത് തെറ്റാണ്. എന്താണെന്നല്ലേ, അതായത് ടാസ്കിൽ അനീഷിൻ്റെ ടീമിൻ്റെ തൊപ്പിയുടെ പകുതി നമ്മുടെ ഷാനവാസും അക്ബറിൻ്റെയും ടീം, രേണു ഷാനവാസ് അക്ബർ ടീമുണ്ടല്ലോ, അവർ പിടിച്ചെടുത്തോണ്ട് പോയി. ഫിസിക്കലായിട്ടാണ് ചെയ്തത്. ഭയങ്കര സമയമെടുത്ത്, ഒരുപാട് സമയം ഫിസിക്കലായിട്ട് ട്രൈ ചെയ്തിട്ടാണ് അവർ തലേന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതും ഫുള്ളല്ല, പകുതിയാണ്. പക്ഷെ ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തത് ആദ്യ റൗണ്ട് അവസാനിക്കുന്ന സമയത്ത് ഈ അനീഷിൻ്റെയും ശരത്തിൻ്റെയും ടീമിൽ നിന്ന് തൊപ്പി ഷാനവാസ് രേണു അക്ബർ ടീം പിടിച്ചെടുത്തതിനാൽ അവർ ഈ റൗണ്ടിൽ പുറത്തായിരിക്കുകയാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. എന്ത് പണിയാണ് ബോസ് ഏട്ടാ കാണിച്ചത്? അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, അത് ഫിസിക്കലായിട്ട് ചെയ്തതല്ലേ ബിഗ് ബോസ് എന്ന് ശരത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം ഫിസിക്കലായിട്ട് പോകുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ എല്ലാവരും ശക്തമായിട്ട് അതിനെ എതിർക്കണമായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഫിസിക്കലായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പാനി ചോദിച്ചിട്ട് ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല, നൈസ് തേച്ചു. അതായത് ബിഗ് ബോസിനാലൊന്നും വലിയ താല്പര്യമില്ലല്ലോ, നിങ്ങൾ തമ്മിത്തല്ലേ, എന്താ വെച്ചാൽ അയക്കോ, നിങ്ങൾക്ക് ഫിസിക്കൽ വേണമെങ്കിൽ ചെയ്തോ. ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടും വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കിഴങ്ങന്മാരാണെങ്കിൽ അയക്കോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തായാലും ശരത്ത് അനീഷ് ടീം തേഞ്ഞു. വെറുതെ കുറേ എഫേർട്ട് ഇട്ടു, ശരീരത്തിൽ കുറേ പരിക്കുകൾ പറ്റി എന്നുള്ളതല്ലാതെ ബിഗ് ബോസ് അവസാനം നൈസിനെ തേച്ച് കൈ കൊടുത്തു. കാരണം പകുതി തൊപ്പി കൊണ്ടിട്ടാലും അത് സക്സസ് ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെ അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പകുതി തൊപ്പി കൊണ്ടിടുമ്പോൾ എങ്ങനെയാണ് അത് പൂർണ്ണമായിട്ടും ആ ഒരു ടാസ്കിൽ അത് വിജയം ആയിട്ട് കാണുക? അപ്പോൾ ഇവർ പരാജയപ്പെടുന്നത് എങ്ങനെയാണ്? ബാക്കി പകുതി അനീഷിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പകുതിയോ കാൽ ഭാഗമോ ഒക്കെ കീറി കൊണ്ടിട്ടാൽ മതിയല്ലോ. എന്തോ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. ലൈവ് കണ്ട പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ.